ഹേ ഗായ്സ്, സോ ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഹണ്ടർ ആനിമി സീരീസിലെ സീസൺ 2 സെക്കൻഡ് പാർട്ടാണ്. ഈ ഒരു സെക്കൻഡ് പാർട്ടിൽ 31ാമത്തെ എപ്പിസോഡാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 29ാമത്തെ എപ്പിസോഡിൽ കണ്ട 200ാമത്തെ ഫ്ലോറിൽ നിന്ന് തന്റെ ആദ്യത്തെ മത്സരം ഗിഡോ എന്നൊരു പൊണ്ണുമായി ഗോൺ ഫൈറ്റ് ചെയ്യുന്ന തന്നെയാണ് നമ്മൾ 30ാമത്തെ എപ്പിസോഡിലും കാണുന്നത്. പക്ഷെ നമ്മളെ ഗോണിനാണെങ്കിൽ നെൻ എന്ന വിലരീസിനെ കുറിച്ച് അധികം തന്നെ അറിയത്തില്ല. ഗോണിന് നെൻ കോട്ട് ചെയ്ത പമ്പരങ്ങളുടെ മുന്നിൽ പിടിച്ചിക്കാൻ സാധിക്കുന്നില്ല. അത് കാരണം തന്നെ ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് നമ്മളെ ഗിഡോ ആണെങ്കിൽ തന്റെ എല്ലാ പമ്പരങ്ങളും നമ്മളെ ഗോണിന്റെ മേലെ കഴിച്ചുവിടുന്നു. അങ്ങനെ നമ്മളെ ഗോണ് നിരവധി പ്രാവശ്യം ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു പമ്പരം കൊണ്ട് അറ്റാക്കുകൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. സോ അത് കാരണം തന്നെ ഗോണിന്റെ ഒപ്പം ഉണ്ടായ ഗിഡോക്ക് ഇപ്പൊ 10ൽ ഓൾറെഡി 4 പോയിന്റ് ലഭിച്ചു കഴിഞ്ഞു. ഇനി 6 പോയിന്റ് ലഭിക്കുകയാണെങ്കിൽ നമ്മളെ ഗോൺ ഈ ഒരു ഫൈറ്റ് ഡിഫീറ്റ് ആവും. ഇതേ സമയം ഗോണിന്റെ ഫൈറ്റ് ഒരു ടിവിയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന സുഷിയെ മിങ് മാസ്റ്ററാണ് നമ്മൾ അടുത്തതായി കാണുന്നത്. അപ്പൊ പെട്ടെന്ന് സുഷി ചോദിക്കുകയാണ്, ഗോണിന്റെ ഒപ്പോണന്റ് ഇപ്പോൾ നെൻ യൂസ് ചെയ്യുന്നുണ്ടോ? അത് ഹട്സു എന്ന് പറയുന്ന ഒരു ഫോമിലാണ് ഗിഡോ നെൻ യൂസ് ചെയ്യുന്നത് എന്ന് നമ്മളെ വിങ് മാസ്റ്റർ അതിന് മറുപടി പറയാണ്. അവന്റെ ഓറ ഓരോ പമ്പരങ്ങൾക്കും നൽകും, എന്നിട്ട് ഓരോ പപ്പറ്റ്സിനെ കൺട്രോൾ ചെയ്യുന്ന പോലെ അവൻ കൺട്രോൾ ചെയ്യും. ഇതേസമയം നമ്മൾ ഗോണിനെ നോക്കുകയാണെങ്കിൽ അവൻ ഈ ഒരു പമ്പരങ്ങൾ എവിടേക്കാണ് പോകുന്നത്, എവിടെ നിന്നാണ് അടി വരുന്നത് എന്നൊന്നും മനസ്സിലാവുന്നില്ല. അത് കാരണം തന്നെ നമ്മൾ ഗോണാണെങ്കിൽ ഒന്ന് കണ്ണടച്ച് ഈ ഒരു പമ്പരങ്ങളുടെ ദിശയൊക്കെ കറക്റ്റായി സെൻസ് ചെയ്യാൻ പറ്റുന്നു. പക്ഷേ ഇതേസമയം നമ്മൾ ഗോണിന്റെ 10 എന്ന ടെക്നിക് അവൻ ഫുൾ ഫോക്കസ് കൊടുക്കാത്ത കാരണം തന്നെ ആ ഒരു ടെക്നിക്ക് ഫെയ്ഡായി പോകുന്നു. സോ ഇതേ സമയത്ത് തന്നെ ഗോണിന് വീണ്ടും അടിയിട്ടാണ്. ആ ഒരു അടി കിട്ടി തെറിച്ചു പോയി നമ്മളെ ഗോണാണെങ്കിൽ നമ്മളെ ഗോൺ തെറിച്ച പോലെ തന്നെ വേറൊരു പമ്പരം ഈ റിങ്ങിന്റെ പുറത്ത് ഒറ്റക്ക് നിൽക്കുന്നുണ്ട്. പക്ഷെ അതാണെങ്കിലോ നമ്മളെ ഗോണിനെ അറ്റാക്ക് ചെയ്യുന്നില്ല. ഇതേ സമയം അവൻ റിങ്ങിലോട്ട് നോക്കുന്ന സമയത്താണ് എല്ലാ പമ്പരങ്ങളും ജസ്റ്റ് അവരുടെ മുന്നിലുള്ളതിനെ മാത്രം എടുക്കുന്നുള്ളൂ. ഈ പമ്പരങ്ങളാണെങ്കിൽ പ്രത്യേകിച്ച് ഒരാളെ ടാർഗറ്റ് ചെയ്യുന്നില്ല. അപ്പൊ നമ്മളെ ഗോൺ അവിടെ നിൽക്കുന്ന റെഫറിയോട്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ റിങ്ങിന്റെ പുറത്ത് നിൽക്കുന്നത്? ഞാൻ റിങ് നിൽക്കുകയാണെങ്കിൽ അവരെ എന്നെ അറ്റാക്ക് ചെയ്യില്ലേന്ന് ആ റെഫറി മറുപടി പറയാണ്. അപ്പൊ നമ്മളെ ഗോണിന് ഒരു കാര്യം കത്താണ്, ഈ ഒരു പമ്പരങ്ങൾ അവരുടെ മുന്നിൽ എന്തൊക്കെ കാണുന്നോ അവരെ മാത്രമേ ടാർഗറ്റ് ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇനി പമ്പരങ്ങളെ പേടിക്കേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞ് ഗിഡോനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നേരെ ചാടാണ് നമ്മളെ ഗോൺ. പക്ഷെ നമ്മളെ ഗിഡോ ആണെങ്കിൽ വളരെയധികം കോൺഫിഡന്റ് ആയി അവൻ തന്നെ പമ്പരമായി അവന്റെ സ്പെഷ്യൽ അറ്റാക്ക് യൂസ് ചെയ്യുന്നു. സോ ആ ഒരു അടിയിട്ട് നമ്മളെ ഗോൺ വീണ്ടും തെറിച്ചു പോവാണ്. ഇപ്പൊ കുറെ പ്രാവശ്യം തന്നെ നമ്മളെ ഗോണിന് അറ്റാക്കുകൾ ഏറ്റുവാങ്ങേണ്ടി വന്ന കാരണം ഗിഡോക്ക് ഇപ്പോൾ 9 പോയിന്റ് ആയിരിക്കുകയാണ്. സോ ഇനി ഒരു പോയിന്റ് കിട്ടുകയാണെങ്കിൽ നമ്മളെ ഗിഡോ ഇവിടെ ജയിക്കും. അപ്പോൾ ഇതേ സമയം നമ്മളെ ഗോൺ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇനി അവൻ എന്നെ ഒറ്റ പ്രാവശ്യം അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കളി ഇവിടെ തീരും. പക്ഷെ എനിക്കിപ്പോൾ ഈ ഒരു ഫൈറ്റ് കണ്ടിന്യൂ ചെയ്ത് പോകാൻ നല്ല താല്പര്യമുണ്ട്. എനിക്ക് ഈ ഒരു ഫൈറ്റ് ജയിക്കാൻ പറ്റുമോ ഇല്ലോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇവൻക്കെതിരെ ഒന്നും തന്നെ ചെയ്യാണ്ട്, ഇവനൊന്ന് കളിയാക്കുക പോലും ചെയ്യാണ്ട് ചുമ്മാ അവനെ ജയിക്കാൻ അനുവദിക്കുന്നതിൽ എനിക്ക് തീരെ താല്പര്യമില്ല എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ച് നമ്മളെ ഗോണാണെങ്കിൽ അവൻ ഇത്ര നേരം ഫുൾ ഫോക്കസ് കൊടുത്തുകൊണ്ടിരുന്ന 10 എന്ന ടെക്നിക് അവനോടെ റിലീസ് ചെയ്യുകയാണ്. ഇതേസമയം നമ്മളെ വിങ് മാസ്റ്റർ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, അവൻ ഇത്ര അറ്റാക്കുകളൊക്കെ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ട് അവനൊരു പേടിയുമില്ലേ? 10 എന്ന ടെക്നിക് യൂസ് ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ട് ഒരു നെൻ അറ്റാക്ക് ഏൽക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അത് മരണത്തിന് വരെ കാരണമായിരിക്കാം. പക്ഷെ ഇവനെ കണ്ടിട്ട് ഇവൻ വെറുതെ 10 എന്ന ടെക്നിക് റിലീസ് ചെയ്ത പോലെ തോന്നുന്നില്ല. ഇവനും എന്റെ പ്രസൻസ് ഹൈഡ് ചെയ്യുന്നുണ്ട്. അത് ആ ഒരു ടെക്നിക്ക് തന്നെയാണ് ജെറ്റ്സു. പക്ഷെ ഞാനിവന് ജെറ്റ്സു എന്ന ടെക്നിക് ഇതുവരെ പഠിപ്പിച്ചു കൊടുത്തില്ലല്ലോ. പിന്നെ നമ്മളെ ഗോൺ എങ്ങനെയാണ് ജെറ്റ്സു എന്ന ടെക്നിക് പഠിച്ചതെന്ന് നമ്മളെ വിങ് മാസ്റ്ററിന് ആകെ ക്യൂരിയസ് ആവാണ്. ഒരുപക്ഷെ എന്നെ കാണുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭീകരജീവിയെ വേട്ടയാടുന്നതിനിടക്ക് പഠിച്ചതുമെല്ലാം ആയിരിക്കാം. സോ ഈ ഒരു ടെക്നിക് നമ്മളെ ഗോൺ ശരിക്കും അറിഞ്ഞുകൊണ്ടല്ല യൂസ് ചെയ്യുന്നത്. നമ്മളെ ഗോൺ ഹണ്ടർ എക്സാം നടക്കുന്നതിനിടക്ക് ഹിസോക്കയുടെ കയ്യിൽ നിന്ന് ഒരു ടാഗ് അടിച്ചു മാറ്റാൻ ഒരു മിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ? ആ ഒരു സമയത്താണ് നമ്മളെ ഗോൺ ഈ ഒരു ടെക്നിക് പഠിച്ചത്. ഇതേസമയം ഗിഡോക്കാണെങ്കിൽ തന്നെ മുമ്പിൽ വെച്ച് 10 എന്ന ടെക്നിക് റിലീസ് ചെയ്ത കാരണം തന്നെ നല്ല ദേഷ്യം വരുന്നുണ്ട്. അത് കാരണം അവനോട്, നിനക്ക് ജീവിക്കാൻ ആഗ്രഹമില്ലേ? അങ്ങനെയാണെങ്കിൽ നിനക്ക് പെട്ടെന്ന് മരിക്കാനായി ഞാൻ സഹായിക്കാം എന്നും പറഞ്ഞ് അവൻ അറ്റാക്ക് ചെയ്യാണ് നമ്മളെ ഗിഡോ. പക്ഷേ ആരും പ്രതീക്ഷിക്കാതെ ഗോൺ ആണെങ്കിൽ ഗിഡോയുടെ അറ്റാക്കുകൾ ആദ്യമായി ഒഴിഞ്ഞു മാറുന്നു. പക്ഷേ അതിൽ നിന്നും നമ്മളെ ഗോൺ നിർത്തിയില്ല. അവനാണെങ്കിൽ കണ്ണടച്ചുകൊണ്ട് ജെറ്റ്സു എന്ന ടെക്നിക് യൂസ് ചെയ്തുകൊണ്ട് തന്നെ അവൻ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അവന്റെ മുന്നിലോട്ട് വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പമ്പരങ്ങളെയും അവൻ ഒഴിഞ്ഞു മാറുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നത് 3 പൊട്ടിയ വാരിയലുകൾ, 12 വേറെ ചെറിയ പരിക്കുകൾ, കൂടാതെ ഒരു കൈ ഒടിഞ്ഞിരിക്കുന്ന ഗോണിനെയാണ് നമ്മൾ പിന്നീട് കാണുന്നത്. ഇനി നീ കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ആവാൻ 4 മാസത്തോളം എടുക്കുന്നതാണ് ഡോക്ടർ പറഞ്ഞത്. എന്നവന്റെ തൊട്ടപ്പുറത്തിരുന്ന് ഗോണിന്റെ ദേഷ്യപ്പെട്ട് പറയണ നമ്മളെ കിലുവ. ഇതിനൊക്കെ ഒറ്റൊത്തരായി ഗോൺ പറയുന്നത് സോറി എന്ന് മാത്രമാണ്. ഇത് കേട്ടതോ നമ്മളെ കിലുവ ദേഷ്യപ്പെട്ടുകൊണ്ട്, എന്നോട് സോറി പറഞ്ഞിട്ട് എന്താണ് ഗുണം? നിനക്ക് കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ നീ അങ്ങനൊക്കെ ചെയ്യാമായിരുന്നോ? നിനക്ക് ഇതിലും കൂടുതൽ പരിക്കുകൾ ഏൽക്കാത്തത് നിന്റെ ഭാഗ്യം എന്ന് കരുതിയാൽ മതി എന്നൊക്കെ നമ്മളെ കിലുവ ഗോണിന്റെ പറഞ്ഞു നിൽക്കുന്ന സമയത്താണ് നമ്മൾ വിങ് മാസ്റ്റർ അങ്ങോട്ട് വരുന്നത്. വിങ് മാസ്റ്റർ അങ്ങോട്ട് വന്നതിന് ശേഷം നേരെ നമ്മളെ ഗോണിന്റെ അടുത്താണ് പോകുന്നത്. വിങ് മാസ്റ്ററെ കണ്ടപ്പോൾ തന്നെ ഗോൺ സോറി പറയാണ്. പക്ഷെ അവൻ സോറി പറഞ്ഞു നാക്കെടുത്തപ്പോൾ തന്നെ നമ്മളെ വിങ് മാസ്റ്റർ ആണെങ്കിൽ അവന്റെ മുഖത്തോട്ട് നല്ലൊരു അടി വെച്ച് കൊടുക്കുന്നു. അതിനുശേഷം എന്നോട് സോറി വേണ്ടിട്ട് എന്താണ് ഗുണം തുടങ്ങി നമ്മളെ കിലുവ ഗോണിന്റെ അടുത്ത് പറഞ്ഞ എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ വിങ് മാസ്റ്റർ ഗോണിന്റെ അടുത്തും പറയുന്നു. എന്നിട്ട് അവസാനമായി, നിനക്ക് കൂടുതലൊന്നും പരിക്കുപറ്റാത്തതിൽ എനിക്ക് സന്തോഷമുണ്ടെന്ന് നമ്മളെ വിങ് മാസ്റ്റർ പറയാണ്. അതിനുശേഷം കിലുവയോട് ഗോൺ റിക്കവർ ആവാൻ എത്ര നാൾ എടുക്കുന്നാണ് ഡോക്ടർ പറഞ്ഞത്? ഡോക്ടർ പറഞ്ഞ് 2 മാസത്തോളം എടുക്കുന്നതാണ് എന്ന് നമ്മളെ കിലുവ
കിലുവ വിങ് മാസ്റ്റർ എടുത്ത് നുണ പറയുന്നു. ശരിക്കും ഡോക്ടർ പറഞ്ഞത് 4 മാസത്തോളം എടുക്കുന്നതാണ്. ഇതേ സമയം വിങ് മാസ്റ്റർ എടുത്ത് നുണ പറഞ്ഞതിന് നമ്മുടെ ഗോൺ മനസ്സിൽ കിലുവയോട് നന്ദി പറയുന്നു. പക്ഷേ അപ്പോഴാണ് പെട്ടെന്ന് വിങ് മാസ്റ്റർ പറയുന്നത്, അങ്ങനെയാണെങ്കിൽ നിനക്ക് 2 മാസത്തിന് ഞാൻ പഠിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഇനി എങ്ങനെ നീ വേറെ വഴിയിലൂടെ പഠിക്കുകയാണെങ്കിൽ നിങ്ങളെ ഞാൻ തുടർന്ന് പഠിപ്പിക്കാൻ ഞാൻ ഉണ്ടാവില്ല. അപ്പൊ നമ്മളെ ഗോൺ ഓക്കെ എന്നും പറയുന്നുണ്ട്. 2 മാസത്തിന് ഇനി എന്നെ കുറിച്ചൊന്നും പഠിക്കില്ല എന്ന് അവൻ പ്രോമിസ് കൊടുക്കുന്നു. ഇതേ സമയം നാളെ വിങ് മാസ്റ്റർ ആണെങ്കിൽ ഇത് നീ മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഒരു ചരട് അവന്റെ കയ്യിൽ കെട്ടി കൊടുക്കുന്നു. ശേഷം വിങ് മാസ്റ്റർ കിലുവയെ ഒറ്റയ്ക്ക് വിളിച്ചിട്ട് നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഹെവൻസ് അറേനയിൽ വന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ കിലുവ എനിക്ക് കുറച്ച് പണം സമ്പാദിക്കണം, ഗോണിന് ഹിസോക്ക എന്ന് പറയുന്നവർക്ക് ഫൈറ്റും ചെയ്യണം, ഇത്രയൊക്കെ ഉണ്ടായിരുന്നല്ലോ ആദ്യത്തെ ഉദ്ദേശം. പക്ഷേ ഇനിയിപ്പോ നെൻ എന്ന ടെക്നിക്കിനെ കുറിച്ച് കൂടുതൽ പഠിക്കുവാനായിരിക്കും ഇരുവരുടെയും ആഗ്രഹമെന്ന് കിലുവ വിങ് മാസ്റ്റർ അടുത്ത് പറയാണ്. ശേഷം ഗിഡോ ഗോൺ ഫൈറ്റാണ് നമ്മൾ വീണ്ടും കാണുന്നത്. അതിൽ ഗോണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഗോൺ എല്ലാ പമ്പരങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവന്റെ ഒരേ ഒരു ദിശ, അവന്റെ ഒരേ ഒരു ഡിസിഷൻ അവിടെ തെറ്റിപ്പോകുന്നു. അങ്ങനെ ആ ഒരു ദിശയിൽ നിന്ന് വന്ന നെൻകോട്ടിത് പമ്പരം നമ്മുടെ ഗോണിന്റെ കയ്യിൽ തട്ടുകയും അവന്റെ കൈ ഒടിയുകയും ചെയ്യുന്നു. പക്ഷെ അതിനുശേഷം അവിടെ നിന്ന് എല്ലാ പമ്പരങ്ങളും ഇവന്റെ ജസ്റ്റ് ഒറ്റൊരു മിസ്റ്റേക്ക് കൊണ്ട് നമ്മളെ ഗോണിനെ അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെയാണ് ഇപ്പോൾ കാണുന്ന എല്ലാ ഇഞ്ചുറീസും നമ്മളെ ഗോണിന് പറ്റുന്നത്. ശേഷം വിങ് മാസ്റ്റർ ഗിലുവയോട് നിനക്കെന്തായാലും ഇപ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ, നിനക്ക് വേണമെങ്കിൽ സുഷിയോടൊപ്പം ട്രെയിൻ ചെയ്യാന്ന് പറയാണ്. അത് കുഴപ്പമില്ല, ഗോണെ ഞാൻ ഒറ്റക്കാക്കുന്നില്ല, അവൻ എപ്പോൾ റിക്കവർ ആവുന്നോ അപ്പൊ തന്നെ ഞാനും ഇനി പ്രാക്ടീസ് ചെയ്യുന്നുള്ളൂ എന്ന് നമ്മളെ കിലുവ വിങ് മാസ്റ്റർ അടുത്ത് പറയാണ്. അപ്പോൾ വിങ് മാസ്റ്റർ അങ്ങനെയാണെങ്കിൽ നീ അവനോട് എന്നും ഡെയിലി 10 എന്ന ടെക്നിക് പ്രാക്ടീസ് ചെയ്യാൻ പറയണേ. അപ്പോൾ വിങ് മാസ്റ്റർ പറഞ്ഞ പോലെ തന്നെ കിലുവ ഗോണിനോട് 10 എന്ന ടെക്നിക് പ്രാക്ടീസ് ചെയ്യാൻ പറയുന്ന സമയത്താണ് ഗോൺ ഓൾറെഡി ഇത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം നമ്മൾ പ്രൊഫഷണൽ ആയിട്ടുള്ള ഹണ്ടേഴ്സിന് ഒരു ജോലി കണ്ടുപിടിച്ച് കൊടുക്കുന്ന ഒരു ഏജൻസിയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ എന്താ കാര്യം എന്ന് നോക്കുമ്പോൾ നമ്മുടെ കുറാപ്പിക ഇവിടെ ഉണ്ടായിരുന്നു. സോ കുറാപ്പികക്ക് തന്റെ എതിരാളികളായ ഫാനറ്റ് ട്രൂപ്പ് എന്ന ഗുണ്ടാ സംഘത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ഒന്ന് സ്ട്രോങ് ആവണം, അതിനുപരി കുറച്ച് എക്സ്പീരിയൻസ് വേണം അവന്. സോ ഫൈറ്റ് ചെയ്ത് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഏജൻസിയിൽ വന്ന് സഹായം തേടുന്നത്. പക്ഷേ അവിടെ ഉണ്ടാകുന്ന ലേഡിയാണെങ്കിൽ നീ ഇപ്പോഴും ഒരു പ്രൊഫഷണൽ ഹണ്ടർ ആയിട്ടില്ല എന്ന് അവനോട് പറയാണ്. അതെന്ന് വെച്ചാൽ നിനക്ക് എൻ്റെ അടുത്ത് എന്തെങ്കിലും കാണാൻ സാധിക്കുന്നുണ്ടോ? അപ്പോൾ കുറാപ്പിക ഇല്ല എന്നും പറയുന്നു. സോ ശരിക്കും നമ്മളെ ലേഡി ഇവിടെ കാണിച്ചത് ഇതായിരുന്നു. ഇതിനെക്കുറിച്ച് നമുക്ക് ഇപ്പോഴും വലിയ ധാരണയൊന്നുമില്ല. ഇനിയുള്ള എപ്പിസോഡുകളിൽ നമ്മൾ ഇത് ചർച്ച ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം ആ ഒരു ലേഡി നിനക്ക് ഇത് എപ്പോൾ കാണാൻ സാധിക്കുന്നോ അപ്പോൾ നീ തിരിച്ചു പോയോ. സോ ആ ഒരു ലേഡി എന്തായിരിക്കും പറഞ്ഞത് എന്നവന് മനസ്സിലാവാതെ നിരാശനായി നടക്കുന്ന സമയത്താണ് പെട്ടെന്നൊരാൾ അവനെ പാസ് ചെയ്തു പോവുകയും അവനെ തന്നെ നോക്കി നിൽക്കുകയും ചെയ്യുന്നത്. പക്ഷെ ഇതൊന്നും കുറാപ്പിക ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ അവൻ നടന്ന് ഒരു കാട്ടിൻ നടുവിൽ എത്തുന്നു. അപ്പോഴാണ് അവനെ ലക്ഷ്യം വെച്ച് ഒരു ബുള്ളറ്റ് അവനെ നേരെ വരുന്നത്. അവൻ എങ്ങനെയൊക്കെയോ അത് സെൻസ് ചെയ്ത് ആ ഒരു ബുള്ളറ്റിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. ഇതേ സമയം ആ ഒരു ബുള്ളറ്റ് ഏറ്റത് ഒരു മരത്തിന്റെ മേലെയാണ്. ആ ഒരു ബുള്ളറ്റ് ആ മരത്തിന്റെ മേലെ പതിച്ചതും ആ മരത്തിന്റെ മേലെ ഒരു വലിയ ഹോൾ തന്നെ വരികയാണ്. സോ ഇതാരാണ് ചെയ്തതെന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്താണ് അവൻ അറിയാതെ തന്നെ അവൻ പാസ് ചെയ്തതും അവനെ നോക്കുന്ന ആള് ആയിരുന്നു. വിധിയാണ് നമ്മളെ രണ്ടുപേരെയും കണ്ടുമുട്ടിച്ചത് എന്നവൻ അറ്റാക്ക് ചെയ്താൽ പറയുന്നു, ഞാൻ നിന്റെ ഹണ്ടർ ലൈസൻസ് മോഷ്ടിച്ച സമയത്ത് നീ അത് ശ്രദ്ധിച്ചില്ല. ഞാൻ നിന്റെ മുന്നിലൂടെ കുറച്ച് മുന്നേ നടന്നു പോയിരുന്നു, പക്ഷെ നീ അതും നോട്ടീസ് ചെയ്തില്ല. ഇതേ സമയം നാളെ കുറാപ്പിക ടെൻഷനായിട്ട് നീ എന്റെ ഹണ്ടർ ലൈസൻസ് തിരിച്ചു തന്നിട്ടില്ലെങ്കിൽ നീ എന്നെ ആയിട്ട് ഫൈറ്റ് ചെയ്യേണ്ടി വരും എന്നും പറഞ്ഞ് അവന്റെ സോഡൊക്കെ എടുത്ത് നിൽക്കാണ്. നെൻ എന്ന ടെക്നിക്കെ കുറിച്ച് ഒന്നും തന്നെ അറിയാത്ത നിനക്ക് എന്നെ ഡിഫീറ്റ് ചെയ്യാൻ സാധിക്കും എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കൈ നോക്കാമെന്ന് കുറാപ്പിക പറയുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നത് കുറാപ്പിക അയാളുടെ മുന്നിൽ മുട്ടുകുത്തി നിൽക്കുന്നതാണ്. അപ്പോൾ അയാൾ പറയാണ്, ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ, നീ ഇപ്പോഴും എന്തൊക്കെയോ മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളെ കുറാപ്പിക എനിക്ക് മറ്റൊരാളുടെ സഹായമില്ലാതെ സ്വന്തമായി ഫൈറ്റ് ചെയ്യാൻ പവർ വേണം. അപ്പൊ അയാളാണെങ്കിൽ അവന്റെ ഹണ്ടർ ലൈസൻസ് അവൻ തന്നെ കൊടുത്തിട്ട് അവന്റെ കൂടെ പോകാൻ പറയുന്നു. സോ അവിടെ വെച്ച് നമ്മുടെ 30ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. 31ാമത്തെ എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ കാണുന്നത് ഗോണും ഗിഡോയും തമ്മിലുള്ള ഫൈറ്റ് കഴിഞ്ഞ് 1 മാസം ആയതാണ്. അതിനുശേഷം നമ്മളെ കിലുവ ഗോണിന്റെ റൂമിലോട്ട് കടന്നു വരുന്ന സമയത്ത് അവനൊരു കാഴ്ച കണ്ട് ഞെട്ടുകയാണ്. അതെന്തെന്ന് വെച്ചാൽ നമ്മളെ ഗോണാണെങ്കിൽ തല കുത്തി നിൽക്കുന്നതാണ്. നീ എന്താ തല കുത്തി നിൽക്കുന്നേ, നിന്റെ കൈ ശരിയായി എത്ര വട്ടെന്ന്? പിന്നെ അതൊക്കെ എപ്പോ ശരിയായി എന്ന് നമ്മളെ ഗോൺ മറുപടി പറയുന്നു. ഇതേ സമയം നമ്മളെ കിലുവ ശരിക്കും പറഞ്ഞാൽ ഇവന് 4 മാസം ഇഞ്ചുറി പറ്റി റെസ്റ്റ് എടുക്കേണ്ടതാണ്, പക്ഷെ ഇവൻ 1 മാസം കൊണ്ട് റിക്കവർ ആയ എന്നൊക്കെ ഗോണിന്റെ ബോഡിയെ പറ്റി ആലോചിച്ച് ഞെട്ടുകയാണ്. അതിനുശേഷം കിലുവ ഒരു സാധനം എടുത്ത് നമ്മളെ ഗോണിന് കാണിച്ചു കൊടുക്കുകയാണ്. അതെന്തെന്ന് വെച്ചാൽ 2 ടിക്കറ്റ്സ് ആയിരുന്നു. വെറും ടിക്കറ്റ് അല്ല, നമ്മുടെ ഹിസോക്കയുടെ മാച്ചിന്റെ ടിക്കറ്റ്സ് ആയിരുന്നു അത്. സോ ഗോണും ഗിഡോയും തമ്മിലുള്ള ഫൈറ്റ് കഴിഞ്ഞ് അടുത്ത ഫൈറ്റ് ഹിസോക്കയും കാസ്ട്രോ എന്ന് പറഞ്ഞ ഒരുത്തനും തമ്മിലാണ്. സോ ശരിക്കും പറഞ്ഞാൽ കാസ്ട്രോ എന്ന് പറഞ്ഞ ഒരുത്തനെ ഹിസോക്ക 2 കൊല്ലം മുന്നേ ഡിഫീറ്റ് ചെയ്തായിരുന്നു. സോ അതിന്റെ ഒരു റിവെഞ്ച് മാച്ച് ആയിട്ടാണ് നമ്മളെ കാസ്ട്രോ ഈ ഒരു മാച്ചിനെ കാണുന്നത്. അപ്പോഴാണ് നമ്മളെ ഗോൺ കിലുവയുടെ അടുത്ത് ചോദിക്കുന്നത്, ഞാൻ ഈ മാച്ച് കാണാൻ വരുന്നത് വിങ് മാസ്റ്ററിന് ഇഷ്ടപ്പെടുകയാണാവോ, ഇതിനൊക്കെ എന്തെങ്കിലും കുഴപ്പമുണ്ടാണാവോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ ഗോൺ. അപ്പൊ കിലുവ ഇതിനൊക്കെ എന്ത് കുഴപ്പം, നീ ജസ്റ്റ് കളി കാണുക മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞ് നാക്കെടുക്കുന്ന സമയത്തുണ്ടാ ഇവരെ മുന്നിൽ വിങ് മാസ്റ്റർ നിൽക്കുന്നത്. എന്നിട്ട് ഗോണോട് നിനക്ക് ഈ ഒരു മാച്ച് കാണാൻ സാധിക്കില്ല, ഈ ഒരു മാച്ച് കാണുന്നത് ഞാൻ എന്ന ടെക്നിക്കിനെ കുറിച്ച് പഠിക്കുന്നതിൽ കൂട്ടും. അതിനു മുമ്പ് നിന്റെ കൈ ഇപ്പോൾ ശരിയായെന്ന് വിങ് മാസ്റ്റർ ചോദിക്കുകയാണ്. അപ്പോൾ ഗോൺ അത് ഓക്കെ ആണെന്നും പറയുന്നു.
എന്തായാലും അവന്റെ കൈ ഇത്ര പെട്ടെന്ന് ഓക്കെ ആയതല്ലേ, അപ്പൊ ഞങ്ങൾക്ക് ഈ ഒരു മാച്ച് കാണാൻ സാധിക്കില്ല എന്ന് കിലുവ നൈസായിട്ട് ചോദിക്കുകയാണ്. പക്ഷെ നമ്മളെ വിങ് മാസ്റ്റർ അതിനും സമ്മതിക്കുന്നില്ല. സോ ഇവർ ടിക്കറ്റ് ഒക്കെ എടുത്തൊന്ന് കുറച്ച് ഡിസപ്പോയിന്റഡ് ആയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അങ്ങനെ നമ്മളെ വിങ് മാസ്റ്റർ പോകുന്ന വഴിയിലാണെങ്കിൽ ഗോൺ ഡെയിലി 10 എന്ന ടെക്നിക് പ്രാക്ടീസ് ചെയ്ത കാരണം തന്നെ അവന്റെ ചുറ്റിലുള്ള ഓറ വർദ്ധിച്ചതായി വിങ് മാസ്റ്റർ മനസ്സിലാവുന്നു. ശേഷം നമ്മൾ കേൾക്കുന്നത് ഹിസോക്കയും കാസ്ട്രോയും തമ്മിലുള്ള ഫൈറ്റിന്റെ ഭാഗമായി അവരുടെ രണ്ടുപേരെയും സ്റ്റാറ്റ്സ് പരിശോധിക്കുന്നതാണ്. ആദ്യം തന്നെ ഹിസോക്ക 11 മാച്ച് ഫൈറ്റ് ചെയ്തതിൽ 8 ജയവും 3 തോൽവിയുമാണ് നേരിട്ടത്. പക്ഷേ ആ ഒരു 3 തോൽവികളാണെങ്കിൽ അവന്റെ താല്പര്യത്തിൽ ഗിവപ്പ് ചെയ്തതോ അല്ലെങ്കിൽ അവൻ ആ ഫൈറ്റിന് പങ്കെടുക്കാതെയാണ് അവന് 3 മത്സരം തോൽക്കേണ്ടി വന്നത്. നെക്സ്റ്റ് അവന്റെ ഒപ്പോണ്ടായ കാസ്ട്രോ 10 കളി കളിച്ചതിൽ 1 തോൽവിയും 9 ജയവുമാണ് നേരിട്ടത്. സോ അവന്റെ ഒറ്റൊരു തോൽവി എന്ന് പറയുന്നത് 2 വർഷം മുന്നേ ഹിസോക്കയിൽ നിന്നുമായിരുന്നു. അതിനുശേഷം നമ്മൾ കാസ്ട്രോനെ ഒരു ഇന്റർവ്യൂ ആണ് കാണുന്നത്. അവനാണെങ്കിൽ എനിക്ക് ജയിക്കുമെന്ന് പ്രതീക്ഷയില്ലെങ്കിൽ ഞാൻ ചുമ്മാ ഫൈറ്റിന് വേണ്ടി പോകത്തില്ലല്ലോ, പിന്നെ ഞാൻ 2 വർഷം മുന്നത്തെ ആളല്ലേ ഇപ്പോൾ എന്നൊക്കെ ആ ഒരു ഇന്റർവ്യൂവിൽ അവന്റെ തന്നെ സ്വയം പൊക്കിക്കൊണ്ടിരിക്കുകയാണ് കാസ്ട്രോ. അതിനുശേഷം നമ്മൾ കാണുന്നത് ഫൈറ്റ് തുടങ്ങാൻ അരമണിക്കൂർ ബാക്കി നിൽക്കെ കാസ്ട്രോയുടെ റൂമിലേക്ക് അവനറിയാതെ അവനെ ജസ്റ്റ് ഒന്ന് കാണാൻ പോകുന്ന കിലുവയാണ്. പക്ഷേ അവന്റെ റൂമിലേക്കാണെങ്കിൽ ആർക്കും കയറാനുള്ള പെർമിഷൻ ഇല്ല. സോ അങ്ങോട്ട് കയറാതിരിക്കാൻ വേണ്ടി അവിടെ ഒരു സെക്യൂരിറ്റി ഗാർഡിനായി നിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ കിലുവയുടെ മോൻ അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റിയെ കബളിപ്പിച്ചുകൊണ്ട് നമ്മുടെ കാസ്ട്രോയുടെ റൂം കണ്ടുപിടിക്കുകയും അവന്റെ പ്രവർത്തികളും അവന്റെ അപ്പിയറൻസും ഒക്കെ ക്ലോസ് ആയിട്ട് നമ്മളെ കിലുവ നിരീക്ഷിക്കുകയാണ്. പക്ഷേ അതിന് തൊട്ട് മുൻപ് നമ്മളെ കിലുവ ജെറ്റ്സു എന്ന ടെക്നിക് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഗോണിനെ പോലെ കിലുവയും ജെറ്റ്സു എന്ന ടെക്നിക് പഠിച്ചു എന്നാണ് നമുക്ക് ഈ ഒരു സീനിലൂടെ മനസ്സിലാവുന്നത്. അങ്ങനെ കിലുവ നൈസായിട്ട് എത്തിച്ചു നോക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഈ ഒരു കാസ്ട്രോ നമ്മളെ കിലുവയുടെ തൊട്ട് ബാക്കിൽ വന്ന് നിൽക്കുന്നത്. സോ ഈ ഒരു കാസ്ട്രോയെ കാണുന്ന നമ്മളെ കിലുവ ആകെ ഞെട്ടി പോവാണ്. ഇവൻ ഇത്ര നേരം ആ ഒരു സോഫ ഇരിക്കുകയല്ലായിരുന്നു, പിന്നെ എങ്ങനെയായി ഇവൻ ഇത്ര പെട്ടെന്ന് എന്റെ ബാക്കിലെത്തിയത്? ഇവൻ ആ സോഫയിൽ നിന്ന് എഴുന്നേറ്റ് ഈ ഒരു ഡോറിലൂടെ എന്റെ ബാക്കിലേക്ക് നല്ല സ്പീഡിൽ വന്നതാണോ? അങ്ങനെ വരാൻ ഒരിക്കലും സാധ്യതയില്ല. ഇവന്റെ അടുത്ത് എത്തിയതിനു ശേഷം ഞാൻ ഒരിക്കൽ പോലും കണ്ണടച്ചിട്ടില്ല, പിന്നെ എങ്ങനെയാണ് ഇവൻ ഇതൊക്കെ ചെയ്തത് എന്നൊക്കെ ആലോചിച്ച് നമ്മളെ കിലു ആകെ വണ്ടടിക്കുക. പക്ഷേ കിലുവാണെങ്കിൽ കാസ്ട്രോയുടെ മുമ്പിൽ ഇത്ര ടെൻഷൻ അടിക്കുന്നു എന്നൊന്നും കാണിക്കുന്നില്ല. എന്നിട്ട് സാധാരണ ഒരു കുട്ടിയെ പോലെ ഞാൻ നിങ്ങളുടെ വലിയൊരു ഫാനാണ്, അത് കാരണം ഒരു ഓട്ടോഗ്രാഫിന് വേണ്ടി വന്നതാണ് ഞാൻ എന്ന് കാസ്ട്രോയോട് നുണ പറയാണ് നമ്മളെ കിലുവ. പക്ഷേ കാസ്ട്രോ ഇതിനുത്തരമായി പറയുന്നത്, നീ കിലുവയല്ലേ, നിന്റെ കൂടെ ഗോണില്ലേ, ഓ അവന്റെ കൈ ഒഴിഞ്ഞായിരുന്നല്ലേ, അത് കാരണം തന്നെ നീ ആകെ തനിച്ചാണല്ലേ. സോ ഇതൊക്കെ കേട്ട് നമ്മളെ കിലുവക്ക് ഒന്നും മറിച്ച് നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാവുന്നു. എന്നിട്ട് കാസ്ട്രോ നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കിലുവ ഒന്നുമില്ല, ജസ്റ്റ് നിങ്ങളെ ഒന്ന് അടുത്ത് കാണണമെന്ന് തോന്നി. ഓ അങ്ങനെയാണല്ലേ, നീ യൂസ് ചെയ്ത ജെറ്റ്സോ ഒക്കെ അടിപൊളി തന്നെയായിരുന്നു, പക്ഷെ നീ ഈ ഒരു ബിൽഡിങ്ങിൽ കാലെടുത്ത് കുത്തുന്നതിന് മുന്നേ ഈ ഒരു ജെറ്റ്സോ എന്ന ടെക്നിക് യൂസ് ചെയ്യണമായിരുന്നു. അതിനർത്ഥം ഞാൻ ഈ ബിൽഡിങ്ങിൽ കാലെടുത്ത് കുത്തിയപ്പോൾ തന്നെ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടല്ലേ ഇതിനർത്ഥം എന്ന് നമ്മളെ കിലുവ ക്യൂരിയസ് ആയിക്കൊണ്ട് കാസ്ട്രോ അടുത്ത് ചോദിക്കുകയാണ്. അതെ, പക്ഷെ ഞാൻ അതെങ്ങനെയാണ് ചെയ്തതെന്ന് നിനക്ക് പറഞ്ഞിട്ടില്ല എന്ന് കാസ്ട്രോ കിലുവയുടെ അടുത്ത് പറയാണ്. അതിനുശേഷം അരമണിക്കൂർ കഴിഞ്ഞ് ഹിസോക്കയും കാസ്ട്രോ തമ്മിലുള്ള ഫൈറ്റാണ് നമ്മൾ പിന്നീട് കാണുന്നത്. സോ ഈ ഒരു ഫൈറ്റ് കാണാനായി കിലുവ ഉൾപ്പെടെ കുറെ പേർ അങ്ങോട്ട് വന്നിട്ടുണ്ട്. ആദ്യം തന്നെ കാസ്ട്രോ ഹിസോക്കയോട്, നീ കാരണമാണ് ഞാൻ ഇത്രക്ക് സ്ട്രോങ്ങർ ആയത്. ഞാൻ ഇതുവരെ കളിച്ച എല്ലാ മാച്ചും നിന്നെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒരു വാമപ്പ് മാത്രമായിരുന്നു. എന്റെ ഫുൾ സ്ട്രെങ്ത് ഞാൻ ഇതുവരെ ഒരു മാച്ചിലും ഉപയോഗിച്ചിട്ടില്ല. എന്റെ ഫുൾ സ്ട്രെങ്ത് കാണാൻ ഞാനും വളരെയധികം കാത്തിരിക്കുകയാണ് എന്ന് കാസ്ട്രോ പറഞ്ഞു നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് റെഫറി വിസിൽ വിളിക്കുന്നത്. സോ ഫൈറ്റ് തുടങ്ങിയപ്പോൾ തന്നെ കാസ്ട്രോ ആണെങ്കിൽ ഹിസോക്കയുടെ അടുത്തേക്ക് അവൻ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ നമ്മളെ കാസ്ട്രോ ഹിസോക്കയ്ക്കെതിരെ തന്റെ ആദ്യത്തെ അറ്റാക്ക് അവിടെ യൂസ് ചെയ്യുന്നു. പക്ഷെ നമ്മളെ ഹിസോക്ക നിസ്സാരമായി അത് ഒഴിഞ്ഞു മാറുന്നു. പക്ഷെ അപ്പോഴാണ് കാസ്ട്രോ ഹിസോക്കയുടെ ബാക്കിൽ നിന്ന് വന്നിട്ട് ഹിസോക്കയുടെ പിന്നിൽ നിന്ന് അറ്റാക്ക് ചെയ്യുന്നത്. ഇത്ര നേരം ഹിസോക്കയുടെ മുന്നിൽ നിന്ന് വന്നുകൊണ്ടിരുന്ന കാസ്ട്രോ എങ്ങനെയാണ് പെട്ടെന്ന് ഡിസപ്പിയർ ആയിട്ട് ഹിസോക്കയുടെ ബാക്കിലെത്തിയതെന്ന് ആർക്കും തന്നെ മനസ്സിലാവുന്നില്ല. അതേസമയം കാസ്ട്രോ, ഞാൻ 2 വർഷം മുന്നത്തെ ആളല്ല എന്ന് എനിക്ക് അറിയത്തില്ല, നീ ഇത് ഒരു കുട്ടികളെയായി കാണരുത്, മറിച്ച് നീ ഇപ്പൊ തന്നെ സീരിയസ് ആവാൻ നോക്ക്. പക്ഷെ നമ്മുടെ ഹിസോക്കയാണെങ്കിൽ എനിക്ക് എപ്പോൾ തോന്നുന്നോ അപ്പൊ മാത്രമേ ഞാൻ സീരിയസ് ആവുകയുള്ളൂ എന്ന് കാസ്ട്രോ അടുത്ത് കുറച്ച് അഹങ്കാരത്തോടെ പറയുന്നു. അങ്ങനെയാണെങ്കിൽ നിന്നെ സീരിയസ് ആക്കാൻ പറ്റുമെന്ന് ഞാനെന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് കാസ്ട്രോ ആണെങ്കിൽ നേരത്തെ എങ്ങനെയാണ് അറ്റാക്ക് ചെയ്തത് അതേപോലെ തന്നെ ആദ്യം ഹിസോക്കയുടെ മുന്നിൽ നിന്ന് വന്നിട്ട് പെട്ടെന്ന് മുന്നിൽ നിന്ന് ഡിസപ്പിയർ ആവുകയും ബാക്കിൽ പ്രത്യക്ഷപ്പെടുകയും ബാക്കിൽ നിന്ന് അവൻ അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്നത്. സോ ഇതേ പാറ്റേണിൽ തന്നെ കാസ്ട്രോ ഹിസോക്കെ അറ്റാക്ക് ചെയ്ത കാരണം തന്നെ ഇപ്പൊ കാസ്ട്രോ 4 പോയിന്റുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. സോ ഇത്ര അറ്റാക്കുകളൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് വന്നിട്ടും ഹിസോക്ക സീരിയസ് ആവുന്നില്ല എന്ന് കണ്ട കാസ്ട്രോ ആണെങ്കിൽ, നീ ഇപ്പോഴും ഇതൊരു കുട്ടികളിയായിട്ടാണോ കാണുന്നത്? നീ ഇനിയും സീരിയസ് ആയിട്ടില്ലെങ്കിൽ എന്റെ അടുത്ത അറ്റാക്കിൽ നീ ചിലപ്പോൾ ചാവാൻ വരെ ചാൻസ് ഉണ്ട്, അത് കാരണം സീരിയസ് ആവു ഹിസോക്ക. അപ്പൊ ഹിസോക്ക നിലത്ത് നിന്ന് പൊടി തട്ടി എണീറ്റിട്ട് കാസ്ട്രോ യൂസ് ചെയ്യുന്ന ടെക്നിക്കിനെ കുറിച്ച് കാസ്ട്രോട് തന്നെ ചോദിക്കുകയാണ് നമ്മൾ ഹിസോക്ക. നീ എങ്ങനെയാണ് എന്റെ മുന്നിൽ നിന്ന് വന്നിട്ട് പെട്ടെന്ന് തന്നെ ഡിസപ്പിയർ ആവുന്നത്? പക്ഷെ കാസ്ട്രോ അത് പറഞ്ഞു കൊടുക്കാൻ തയ്യാറാവുന്നില്ല. എന്നിട്ട് പെട്ടെന്ന് അവരെ ടോൺ മാറ്റിയിട്ട്, എന്റെ അടുത്ത അറ്റാക്കിൽ നിന്റെ കൈ ഞാൻ പറിച്ചെടുക്കും എന്ന് ഹിസോക്കയുടെ അടുത്ത് പറയാണ് കാസ്ട്രോ. എന്നിട്ട് നമ്മൾ കാസ്ട്രോയുടെ ഒരു സ്പെഷ്യൽ അറ്റാക്ക് യൂസ് ചെയ്തിട്ട് ഹിസോക്ക അറ്റാക്ക് ചെയ്യാൻ പോവാണ്. ഈ ഒരു അറ്റാക്ക് കാസ്ട്രോ യൂസ് ചെയ്തപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന പാർട്ടിസിപ്പൻസ് കാസ്ട്രോക്ക് വേണ്ടി ചീറപ്പ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ നമ്മളെ കാസ്ട്രോ
ഫുൾ പവർ എടുത്തിട്ട് ഹിസോക്കെ അറ്റാക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മുടെ ഹിസോക്കെ ഉണ്ടോ, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ കൈ പറിച്ചെടുക്കാൻ നോക്ക് എന്നൊരു മട്ടിൽ അവന്റെ കൈ മുന്നോട്ട് വെച്ച് നീട്ടുന്നു. ഇതൊരു വെല്ലുവിളിയായി തന്നെ കണക്കുകൂട്ടി കാസ്ട്രോ എന്നാ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ എന്നും പറഞ്ഞ് ഫ്രണ്ടിൽ നിന്ന് ഡിസപ്പിയർ ആവുകയും ബാക്കിൽ പ്രത്യക്ഷപ്പെട്ട് അവന്റെ ബാക്കിലത്തെ കൈ പറിച്ചെടുക്കുന്നു. ഇവിടെ നമ്മുടെ ഹിസോക്കയുടെ എന്റെ കൈ എടുത്തോന്ന് പറഞ്ഞ് ചൂണ്ടിയ കൈയല്ല പറിച്ചെടുത്തത്, മറിച്ച് ഹിസോക്ക ഫ്രീ ആക്കിയിട്ട കൈയാണ് കാസ്ട്രോ പറിച്ചെടുത്തത്. ഹിസോക്കയുടെ കൈ വെട്ടിമാറ്റിയതിനു ശേഷം നീ വിചാരിക്കുന്ന പോലെ എപ്പോഴും നിന്റെ സറൗണ്ടിങ്സ് നീ വിചാരിച്ച പ്ലാനിലായിരിക്കില്ല പോവുക എന്ന് കാസ്ട്രോ ഹിസോക്ക അടുത്ത് പറയാണ്. അപ്പൊ നമ്മളെ ഹിസോക്ക ഉണ്ടോ, ഇതും എന്റെ പ്ലാനിന്റെ ഒരു ഭാഗമായിരുന്നു എന്ന് കാസ്ട്രോ അടുത്ത് മാസായി പറയാണ്. പക്ഷെ അപ്പോഴത്തേക്കും കാസ്ട്രോക്ക് ഇതൊക്കെ കേട്ട് ദേഷ്യം പിടിച്ച് വീണ്ടും ഹിസോക്കയെ അറ്റാക്ക് ചെയ്യാണ്. അങ്ങനെ ആ അറ്റാക്ക് ചെയ്തിട്ട് തെറിച്ചു പോയ ഹിസോക്ക ആണെങ്കിൽ തന്റെ വെട്ടി മാറ്റപ്പെട്ട കൈ അവന്റെ മറ്റേ കയ്യിൽ പിടിച്ചതിന് ശേഷം നിന്റെ എബിലിറ്റി ശരിക്കും പറഞ്ഞ ഡബിൾ എന്ന ടെക്നിക്കല്ലേ എന്ന് കാസ്ട്രോ അടുത്ത് ചോദിക്കുകയാണ് ഹിസോക്ക. ഇത് കേട്ട കാസ്ട്രോ ആണെങ്കിൽ നീ ഇത്ര പെട്ടെന്ന് കണ്ടുപിടിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല, നീ ഇത്ര പെട്ടെന്ന് കണ്ടുപിടിച്ച കാരണം തന്നെ ഞാൻ നിന്നെ സമ്മതിച്ചിരിക്കുന്നു ഹിസോക്ക എന്നൊക്കെ പറഞ്ഞ് കാസ്ട്രോയുടെ പോലെ തന്നെ വേറൊരു ഫേക്കിനെ കാസ്ട്രോ അവിടെ പ്രത്യക്ഷപ്പെടുത്തുന്നു. ഇതൊക്കെ കണ്ടുന്ന കാണികളും ഹിസോക്കയും അവിടെ ഞെട്ടിപ്പോകുന്നു. സോ ശരിക്കും പറയുകയാണെങ്കിൽ കാസ്ട്രോ ഇതുവരെ ഹിസോക്കെ അറ്റാക്ക് ചെയ്തപ്പോഴൊക്കെ അവിടെ ഒരു റിയൽ കാസ്ട്രോയും പിന്നെ കാസ്ട്രോയുടെ ഒരു ഫേക്കും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ് ഹിസോക്കെ അറ്റാക്ക് ചെയ്തത്. സോ നമ്മളെ റിയൽ കാസ്ട്രോ ഇല്ലേ, അവന്റെ ഉള്ളിലെ ഓറ ഈ ഒരു ഫേക്കിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അവൻ യൂസ് ചെയ്യുന്നു. അങ്ങനെ 2 വർഷം എടുത്തിട്ടാണ് കാസ്ട്രോ ഈ ഒരു ടെക്നിക് പഠിച്ചെടുത്തത്. എന്നിട്ട് കാസ്ട്രോ അറ്റാക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് അവനെ തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് എനിമിയുടെ ബാഗിലേക്ക് എത്തിക്കുകയും ബാക്കിൽ നിന്ന് അറ്റാക്ക് ചെയ്യുകയും ചെയ്യും. അങ്ങനെ 2 കാസ്ട്രോയും കൂടി ഹിസോക്കെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നതോടുകൂടി ഈ ഒരു 31ാമത്തെ എപ്പിസോഡും അവസാനിക്കുന്നു. പോകുന്നതിന് മുമ്പ് എനിക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. നിങ്ങൾക്ക് 2-3 എപ്പിസോഡുകൾ ഒറ്റൊരു വീഡിയോയിൽ കാണുന്നതാണോ അതോ ഒറ്റൊരു എപ്പിസോഡ് ഒറ്റൊരു വീഡിയോയിലായി അപ്ലോഡ് ചെയ്യുന്നതാണോ ഇഷ്ടം? സോ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഉത്തരം നിങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്തേക്കുക. സോ ബൈ.